ഹലോ മൈ ക്രാഫ്റ്റേഴ്സ്, ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്പിയും കൂടെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള കീ ചെയിൻ ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. ആദ്യം വേണ്ടത് 1 കപ്പ് ഓഫ് കോൺഫ്ലോർ, 1 കപ്പ് ഓഫ് ഫെവിക്കോള്, 2 പിന്നെ ടേബിൾ സ്പൂൺ ഓഫ് ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓഫ് വിനെഗർ, പിന്നെ കുറച്ച് വൈറ്റ് ആക്രിലിക് കളർ ആഡ് ചെയ്യണം കേട്ടോ. ഇതെന്തായാലും ആഡ് ചെയ്യണം, എന്നാലേ നമ്മുടെ ക്ലേ ലാസ്റ്റ് വൈറ്റ് കളറായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലേ ആയിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇതൊരു 3 to 5 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ, അതായത് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ കയ്യിലധികം പറ്റാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പാകത്തിന് എടുക്കാം. അത് നല്ലോണം നീഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ച്. എന്നിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 24 മണിക്കൂറിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ക്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ക്ലേ തന്നെ പല കളറിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളറിലെ ഒരു കീ ചെയിൻ ഉണ്ടാക്കുവാണ്. ഈ കീ ചെയിൻ ഒരു പ്രത്യേകത ഉണ്ടാകുന്നെങ്കിൽ ലാസ്റ്റ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവേ. അപ്പോൾ ഈ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ആക്രിലിക് കളർ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കളർ എന്തെങ്കിലും നമ്മുടെ വൈറ്റ് ക്ലേയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ക്ലേ കിട്ടും കേട്ടോ. ഈ കീ ചെയിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കപ്പിൾ കീ ചെയിനാന്നൊക്കെ പറയാട്ടോ. ഓരോ ഫ്രോക്സിന്റെയും ഉള്ളിൽ നമ്മൾ മാഗ്നറ്റ് വെക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫ്രോക്സും കൂടി അവസാനം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി ഇങ്ങനെ ഹഗ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്, അവർക്കൊക്കെ പറ്റുന്ന ഒരു കീ ചെയിനാണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ക്ലേ വെച്ചിട്ട് യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് എ ബിസിനസ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ ബൈ.